പലരും സക്സസിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും പണത്തിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെല്ലാം തനിക്ക് സന്തോഷം തരും എന്നുള്ളൊരു ധാരണയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിക്കും നിങ്ങൾ ഹാപ്പിയാണോ അതോ വെറുതെ ബിസി ആയിരിക്കുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ട്രൂലി മേക്സ് യു ഹാപ്പി എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനയിലൂടെയും ഭയങ്കര പ്രവൃത്തിയിലൂടെയും നേടിയെടുക്കൂലേ. അത് നേടിക്കഴിയുന്ന സമയത്ത് ഒരു എംപ്റ്റിനെസ് ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു വിചാരിച്ചത്ര ഹാപ്പിനെസ് കാര്യങ്ങൾ കിട്ടാത്ത രീതിയിൽ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ആക്ച്വലി യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തു നിന്ന് കിട്ടിയ അല്ലെങ്കിൽ സൊസൈറ്റി കാണിച്ച് തന്ന വിഷ് ലിസ്റ്റുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദ ട്രൂ ഹാപ്പിനെസ് വരുന്നതെന്ന്. I am Jasirajan, mind and life transformational coach and പ്രീ-മാരിറ്റൽ ക്ലാരിറ്റി കോച്ച്. ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരേജിനെ കുറിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ്, സെൽഫ് അവെയർനെസ്, നിങ്ങളുടെ ട്രൂ സെൽഫ് അല്ലെങ്കിൽ യഥാർത്ഥ വ്യക്തിത്വം അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. സന്തോഷം അല്ലെങ്കിൽ എന്താണ് എന്നെ ഹാപ്പി ആക്കുന്നത് എന്നുള്ള രീതിയിൽ ഡൗട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ മാരേജിന് പ്രിപ്പയർ ചെയ്യുന്ന ആളോ ആണെങ്കിൽ ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഈസ് കംപ്ലീറ്റ്ലി പേഴ്സണൽ എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഹാപ്പിനെസ് വരുന്നത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കില്ല എന്നെ സന്തോഷിപ്പിക്കുന്നത്, ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഹാപ്പിനെസ് കിട്ടുക. ലൈക്ക് ആർട്സ്, ക്രാഫ്റ്റ്, റൈറ്റിങ്, അതുപോലെ പെയിൻറ്റിങ്സ്, ഇങ്ങനെ പോവും അവരുടെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ. ആൻഡ് ചില ആളുകളുണ്ട് അവർക്ക് ഒരുപാട് സംസാരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപഴകുന്നതാണ് അവരെ സന്തോഷിപ്പിക്കുക. ലൈക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള സർക്കിളിൽ എപ്പോഴും സംസാരിച്ചിരിക്കുക, ആൻഡ് കുട്ടികളൊപ്പം കളിച്ചുകൊണ്ടിരിക്കുക, ആൻഡ് ഫാമിലി, ദ ഹോൾ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് അവർക്ക് അവരെ തന്നെ വളരുന്നതായിരിക്കും സന്തോഷം. പുതിയ സ്കിൽസ് പഠിക്കുമ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ പുതിയ 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 സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അവരുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. സോ എൻ്റെ ക്വസ്റ്റ്യന് നിങ്ങളോടെന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഏതാണ്? ഈ 3 കാറ്റഗറിയിൽ ഏതാണ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ട്രാപ്പ് ഓഫ് എക്സ്റ്റേണൽ ഹാപ്പിനെസ്. ഈ സൊസൈറ്റി നമ്മൾക്കായിട്ട് ഇട്ട് തന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. കല്യാണം കഴിക്കുക, നല്ല ജോബ് കിട്ടുക, അതുപോലെ വീട് വെക്കുക, ഇതൊക്കെ നിനക്കുണ്ടായാൽ നീ ഭയങ്കര ഹാപ്പി ആവുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റുകൾ ഇട്ട് തരുന്നുണ്ട് അല്ലേ. പക്ഷേ ഞാൻ റിയൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എത്ര പേര് ഇതൊക്കെ ഉണ്ടായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്? ഇവൻ എനിക്കറിയാം, എൻ്റെ അടുത്ത് വരുന്ന കുറേ ക്ലയൻസ്, അതുപോലെ ഇവൻ മുന്നത്തെ ഞാനും അതുപോലെയായിരുന്നു. എല്ലാം ഉണ്ട്, ബട്ട് ഫീൽ എംപ്റ്റി ഇൻസൈഡ്. ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം, ഹാപ്പിനെസ് കിട്ടാത്ത രൂപത്തിൽ. അതുകൊണ്ടാണ് പുറമേ കാണുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് താൽക്കാലിക ഹാപ്പിനെസ് മാത്രമേ തരുള്ളൂ. ദ ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് തരുന്നത് നിങ്ങളെ അറിയുമ്പോഴും നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റിയും കൂടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്ന സമയത്താണ്. സോ നിങ്ങളുടെ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സസൈസ് ചെയ്യാം. ഒരു ബുക്ക്, പേന എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഞാൻ പൂർണ്ണമായി സന്തോഷത്തോടു കൂടിയിട്ടും സംതൃപ്തിയോടെയും സമാധാനത്തോടും കൂടിയിട്ട്, മീൻസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്നിരുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അനലൈസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 3 മൊമെൻറ്റ്സ് എങ്കിലും നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ കുറച്ച് പാറ്റേൺസ് കാണാൻ പറ്റും. ചിലപ്പോൾ അത് നിങ്ങൾ മോർണിംഗിൽ
ഒറ്റയ്ക്ക് ക്വയറ്റ് പ്ലേസിൽ നടക്കാൻ ഇറങ്ങിയതാവാം നിങ്ങൾക്ക് ഹാപ്പി തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സന്തോഷത്തോടെ ഇരുന്നിട്ടുള്ള ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കൂട്ടത്തിലിരുന്ന് ഒരുപാട് സംസാരിച്ചിരുന്ന് ചിലവഴിച്ച സമയങ്ങളാവാം. അതും അല്ലെങ്കിൽ നിങ്ങളെ പ്രൗഡാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അച്ചീവ് ചെയ്തതാവാം. സോ ജസ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എന്താ അതിൽ കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. ചിലപ്പോൾ അത് ഫ്രീഡം ആവാം. ഫ്രീഡം കിട്ടിയതിൽ ഫ്രീഡത്തോടു കൂടി നടന്ന സമയത്തായിരിക്കും നിങ്ങൾ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ലവ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രിയേറ്റിവിറ്റിയിലൂടെ പോയ സമയത്തായിരിക്കും. സോ അതാണ് ശരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ വഴി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ട്രൂ ഹാപ്പിനെസ് വരുന്ന വഴി ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളതാണ്. ഷോൺ ആങ്കറിൻ്റെ ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്നുള്ളൊരു ബുക്കുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഹാപ്പിനെസ് ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് യുവർ സക്സസ്, ഇറ്റ് ഈസ് ആക്ച്വലി ഫ്യൂൽ ഫോർ യുവർ സക്സസ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സക്സസിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന കാര്യമല്ല, ആ സക്സസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇന്ധനമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ്ലി നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ ബാക്കിയുള്ള നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ളൊരു നാച്ചുറൽ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. സോ ഹാപ്പിനെസ് സ്റ്റാർട്ട്സ് വിത്ത് ക്ലാരിറ്റി. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, വാട്ട് ട്രൂലി മേക്സ് മീ ഹാപ്പി. ഇതിന് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനോ കരിയറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിനോ ഒന്നിനും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പോൾ നിങ്ങൾ മാരേജ് ലൈഫിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഉള്ളിലുള്ള ക്ലാരിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ മീ. ഇതുപോലത്തെ കുറേ കണ്ടൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം ആൻഡ് truly prepare for your marriage life. Thank you.